പച്ചമാങ്ങയും മുരിങ്ങാക്കോലും ഇട്ട് വെച്ചിട്ടുള്ള ചെമ്മീൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. ഇതിനായി വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീത്തിലോട്ട് 3 മുരിങ്ങാക്കോലും 2 പച്ചമാങ്ങയും 3 തക്കാളിയും ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും, നമ്മൾ നേരത്തെ തന്നെ ഇത് ഉപ്പിട്ടാണ് ചെമ്മീൻ വേവിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉപ്പിൻ്റെ പാകം നോക്കി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. ഇതിനകത്തോട്ട് 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു സവാളയുടെ 1/4 ഭാഗം, പകുതിയൊന്നും വേണ്ട, 1/4 ഭാഗം ഇട്ട് അരിഞ്ഞ് ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവർ, ഓവറായിട്ട് വേവേണ്ട, ആ ഒരു മുരിങ്ങാക്കോലിൻ്റെ വേവ് അനുസരിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ തിളപ്പിച്ച് എടുത്തിരിക്കുന്ന ഈ ഒരു കറിയിലോട്ട് അര ഭാഗം തേങ്ങാരപ്പ് ഇട്ട് കൊടുക്കുക. ഈ അരപ്പിനകത്ത് 2 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ 2 ജീരകവും ഇട്ടാണ് അരച്ചേക്കുന്നത്. 2 ചെമ്മീനും കൂടി ഇട്ട് അരച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കൊഴുപ്പ് കൂടുതലായിരിക്കും. ഇവിടെ അമ്മ എപ്പോഴും അങ്ങനെ 2 ചെമ്മീനും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ അരച്ചങ്ങ് ചേർക്കാറുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അപ്പുറത്തെ പാനിൽ നമുക്ക് താളിപ്പ് റെഡിയാക്കാം. താളിപ്പ് റെഡിയാക്കാനായിട്ട് ഉള്ളിയാണ് ഏറ്റവും ബെസ്റ്റ്. ഇവിടെ ഇപ്പോൾ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു 1/4 ഭാഗം തന്നെ സവാള ആണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഈ കറിയിലൊക്കെ കടുക് ഇടുന്നത്, ഒരുപാട് കടുക് കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം കടുക് തന്നെ ഇട്ടിട്ടുണ്ട്. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1/4 ഭാഗം സവാളയും അതുപോലെ തന്നെ വേപ്പിലയും ഒന്ന് വാട്ടിയെടുക്കാം. ഇതിനകത്തോട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള, ഒരു കളറിന് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കറി ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്ന പരിവാകുമ്പോൾ, ഈ ഒരു പരിവാകുമ്പോഴത്തേക്കും ഈ ഒരു താളിപ്പും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അവസാനം അതിനകത്തുനിന്ന് ഇച്ചിരിക്കോളം ആ ഒരു ചാറെടുത്ത് ആ ഒരു പാത്രത്തിലോട്ട് കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കറി റെഡിയാവും. പെട്ടെന്നൊരു 10-20 മിനിറ്റ്, കറക്റ്റ് 20 മിനിറ്റ്, ചെമ്മീത്തിൻ്റെ വേവ് അനുസരിച്ച്. ഇത് എനിക്കിപ്പോൾ ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു കറി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ്. നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കുക.